ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എനിക്കറിയാവുന്ന തയ്യലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. തയ്യൽ മെഷീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബോബിനിൽ നൂല് ചുറ്റുക. നമ്മുടെ മെഷീനിൽ, നമ്മുടെ നോർമൽ തയ്യൽ മെഷീനിൽ എങ്ങനെ നമുക്ക് നൂല് ചുറ്റാം എന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റായിട്ട് കാണിക്കുന്നത് നോർമലായിട്ട് എല്ലാവരും ബോബിനിൽ നൂല് ചുറ്റുക. നമ്മുടെ നോർമൽ മെഷീനിൽ അല്ലെങ്കിൽ ഏത് മെഷീനാണെന്ന് വെച്ചാൽ ആ മെഷീനിൽ ബോബിൻ ചുറ്റാനുള്ള ഒരു സെറ്റിങ്സ് ആ മെഷീനിൽ ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെയല്ല ബോബിനിൽ നൂല് ചുറ്റാറുള്ളൂ കേട്ടോ. എനിക്കൊന്നും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ടയർ വരുന്നുണ്ടല്ലോ, ടയർ വരുന്ന ഭാഗത്ത് ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ ആ ബോബിൻ്റെ ഉള്ളിലത്തെ ആ ഹോളുണ്ടല്ലോ, ആ ഹോളിൻ്റെ ഉള്ളിൽ നമ്മുടെ പെന്നിൻ്റെ ട്യൂബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ഞാൻ സാധാരണയായിട്ട് ബോബിനിൽ നൂല് ചുറ്റാറുള്ളത് കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഈസി ആവണമെന്നില്ല, പക്ഷെ എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ബോബിനിൽ നൂല് ചുറ്റാൻ ഉപയോഗിക്കുന്നത് ടെസ്റ്റർ വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് മെഷീൻ മേടിക്കുമ്പോൾ ഒരു വലിയ ടെസ്റ്ററും ഒരു ചെറിയ ടെസ്റ്ററും എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ഈ ചെറിയ ടെസ്റ്റർ വെച്ചിട്ടാണ് കേട്ടോ ബോബിനിൽ നൂല് ചുറ്റാൻ ഉപയോഗിക്കുക. ചിലപ്പോൾ പെട്ടെന്നൊക്കെ നൂല് കഴിയുമ്പോൾ ഞാൻ ടെസ്റ്റർ നോക്കുമ്പോൾ കാണില്ല. അപ്പം ഞാൻ ഈർക്കലി അല്ലെങ്കിൽ പെന്നിൻ്റെ ട്യൂബൊക്കെ വെച്ചിട്ട് ഇതിന് പകരം ഞാൻ ഇത് കാണാത്ത ടൈമിൽ ഞാൻ അതൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഈ ടെസ്റ്ററിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ എന്താ ഇപ്പോൾ ഇതിനെ പറയുക വിചാരിച്ചപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ടെസ്റ്ററിനാണ് ഞാൻ കണ്ടത്. ഇനി അതിന് വേറെ ഞാൻ പറഞ്ഞത് ശരി ടെസ്റ്റർ തന്നെയാണോ പറഞ്ഞതെന്ന് കറക്റ്റ് എനിക്കല്ല. അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് കറക്റ്റ് നെയിം പറഞ്ഞു തന്നാൽ മതി കേട്ടോ. എനിക്ക് ടെസ്റ്ററിനാണ് എൻ്റെ നെയിമായിട്ട് കിട്ടിയത്. വേറെ എന്താ അതിന് പറയാന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ബോബിൻ്റെ നൂലൊക്കെ ചുറ്റി. അപ്പോൾ എനിക്കൊരു വൈറ്റ് ഇതിനിടാനുള്ളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വൈറ്റ് ബോബിൻ്റെ നൂല് ചുറ്റിയിട്ടുള്ളത്. നമുക്ക് മെഷീനിൽ നമ്മളുടെ ഈ നൂല് മെഷീനിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ മെഷീനിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു സാധനം, നൂല് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നൂല് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സൈഡിൽ യു പോലെ ഒരു ചെറിയൊരു ഹോള് കാണും. ആദ്യത്തെ ഫസ്റ്റ് യു പോലുള്ള ഹോളിൽ നൂലിട്ട് കൊടുക്കുക കേട്ടോ. വീഡിയോ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിലുള്ള ഒരു സാധാരണ ഫോണാണ്, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ യു പോലുള്ള സാധനത്തിൽ നിന്ന് നൂല് താഴേക്ക് ഇട്ടിട്ട് താഴത്തൊരു റൗണ്ടിലൊരു ടയർ പോലത്തെ ചെറിയൊരു സാധനമുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ നൂല് റൗണ്ടിൽ ചുറ്റിയെടുക്കണം. ലൂസിൽ ചുറ്റാൻ പോലെ നല്ല ഒരു അത്യാവശ്യം കുറച്ച് ടൈറ്റിൽ ആ റൗണ്ടിൽ കൂടെ നമ്മൾ നൂല് ചുറ്റിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അതൊന്നും കൂടി ക്ലാരിറ്റി ആയിട്ട് ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം. ഇതറിയണവരുണ്ടാകും കേട്ടോ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നോർമലായിട്ട് ഇപ്പോൾ എല്ലാ വീട്ടിലും കൂടുതൽ വീടുകളിലും തയ്യൽ മെഷീനൊക്കെ ഉള്ള വീടുകൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഉണ്ടാവുമല്ലോ തയ്യൽ മെഷീൻ ഇല്ലാത്ത വീടുകളും മേടിക്കാൻ പോണവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് അവിടെ ഒരു
ഒരു ഒരു സാധനം കാണും, ഒരു ഹോളുള്ള സാധനം. അപ്പോൾ അത് കൂടെ നമ്മൾ ത്രെഡ് ഇട്ടിട്ട് മെല്ലെ വലിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴെ ചെറിയൊരു ഹോളുള്ളൊരു സാധനമുണ്ട്, അതിൽ കൂടെ നൂല് ഇടുക. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ നീഡിൽ നൂലിടുക ചെയ്യട്ടെ. നൂലിടാൻ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെറിയൊരു ഹോളുണ്ടാവും, ആ ഹോളിൽ കൂടെ നൂലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷീനിൽ നൂല് ചുറ്റണ പരിപാടി. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. മെഷീൻ്റെ ഉള്ളിൽ ബോബിനും കേസും പാടിയിട്ട് എങ്ങനെ വെക്കണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം, അതിന് മാത്രമായിട്ടൊരു ഷോർട്സ് പോലെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതതിൻ്റെ ഇടയിൽ കൂടെ എഡിറ്റ് ചെയ്തപ്പോൾ ചെറിയ എന്തോ പ്രശ്നമായതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണില്ല. ഫസ്റ്റുള്ള വീഡിയോ തന്നെ ഒന്നും കൂടി സ്പീഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടാൽ മതി. മക്കൾ ഉറങ്ങുമ്പോഴാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുക. അപ്പോൾ മക്കൾ ഉറങ്ങേണ്ട, അപ്പോൾ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ സൗണ്ടിൽ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുള്ളൂ. സൗണ്ട് ഇല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തയ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വീഡിയോസുകൾ ഇടാനാണ് കേട്ടോ വിചാരിക്കുന്നത്.